നമ്മുടെ സാക്രഡ് സ്പേസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. നമ്മുടെ 11 പോർട്ടലൊക്കെ ഇന്നലെ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എനർജിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു, എല്ലാവർക്കും ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, എനർജി ഷിഫ്റ്റ് ആകുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ എനർജി നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ യൂസ് ചെയ്യാനായിട്ട് അറിയും. നമ്മുടെ ബോധവികാസം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ഡിഫറെൻറ്റ് ഹോം അപ്ലയൻസ് യൂസ് ചെയ്യുന്നത് പോലെ, അതായത് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലൈറ്റ്, ഇതൊക്കെ നമ്മൾ ഒരേ എനർജി സോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് എന്താ പറയുക മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള എനർജിയെയും നമുക്ക് ഡിഫറെൻറ്റ് തലത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു അഫർമേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മളിൽ നല്ലൊരു കോൺഫിഡൻസ്, അത് നമുക്ക് വെറുതെ ഒരു തൽക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. നമുക്ക് എന്താ പറയുക, ലൈഫ് ലോങ് നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ ട്രൂ സെൽഫ് അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ സെൽഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, നമ്മുടെ പർപ്പസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ, നമ്മുടെ സോളിൻ്റെ ആ ഒരു പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പവർ, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഫോക്കസ് ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഇതുവഴി സാധിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിവൈൻ ഫെമിനിനും എന്താ പറയുക, ജസ്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എനിക്കിത് വർക്കൗട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഞാനിത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും എന്താണ്, എനർജിയാണ്, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ലവാണ്, സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും സ്നേഹിക്കാനും ഉള്ളൊരു പവർ വരും നമ്മളിലേക്ക്. ആ ഒരു സോവർണിറ്റി, ഒരു പരമാധികാരം എന്നൊക്കെ പറയത്തില്ലേ, അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനി ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ് കേട്ടോ. അതായത് കാളിയും ദുർഗയും ശക്തിയും പാർവതിയും ദേവിയും സരസ്വതിയും എല്ലാം ഞാൻ തന്നെ. നിങ്ങൾ ഈ പാർവതി എന്നുള്ളിടത്തൊക്കെ പാർവതി ദേവീനെ മനസ്സിൽ കൊണ്ടുവരിക കേട്ടോ. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ ഇതൊക്കെ ആരാണ്, ഞാൻ തന്നെയാണ്. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ. കാമവും വിരക്തിയും പൂർണ്ണവും അപൂർണനും ഞാൻ തന്നെ. സൗന്ദര്യവും വിരൂപനും, വിരൂപനം എന്ന് വെച്ചാൽ എന്താ, രൂപമില്ലാത്ത, അല്ലെങ്കിൽ രൂപമില്ലാത്തത് മാത്രമല്ല വൈരൂപ്യം അല്ല. നമ്മൾ ചിലതൊന്നും നമ്മൾക്ക് നമ്മുടെ മനോഭാവത്തിൽ ചിലതിനെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ മാറ്റി നിർത്തും. അപ്പോൾ വൈരൂപ്യം എന്നല്ലേ അതിനെ പറയാം. അപ്പോൾ സൗന്ദര്യവും നമ്മളിൽ തന്നെയാണ്, സൗന്ദര്യവും ഞാൻ തന്നെ, വിരൂപനായിട്ടുള്ളവനും ഞാൻ തന്നെ. ഓജസ്സും തേജസ്സും സുഖവും ദുഃഖവും തൃപ്തിയും അതൃപ്തിയും രോഗവും ആരോഗ്യവും എല്ലാം എന്തു തന്നെയാണ്, ഞാൻ തന്നെയാണ്. പ്രണയവും വിരഹവും കാലവും ദേശവും സമയവും ഞാൻ തന്നെയാണ്. നിത്യമായതും നാശമില്ലാത്തതും ഞാൻ തന്നെ. അരൂപിയായതും പ്രകാശമായതും ഞാൻ തന്നെ. സാക്ഷിയായതും ശിവമായതും ഞാൻ തന്നെ. മായയാൽ ബന്ധിക്കപ്പെട്ടവനും, മായ എന്ന് വെച്ചാൽ എന്താ, ഇല്യൂഷൻ അല്ലേ, ഇല്യൂഷണറി വേൾഡ്, അതിൽ ബന്ധിക്കപ്പെട്ടവനും അതിൽ നിന്നും സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നവനും സ്വതന്ത്രനായവനും ഞാൻ തന്നെയാണ്. ഇളകുന്നതും നിശ്ചലമായതും ഞാൻ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഡെയിലി കഴിയുമെങ്കിൽ നിങ്ങളത് ഒരു പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമാക്കുക. എല്ലാവരും എല്ലാ പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മളുടെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ. സീ യു ടുമോറോ. താങ്ക് യു ഓൾ.